മമ്മൂക്കൻ്റെ കൈ തൊടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഇല്ല, ഞാൻ തൊട്ട് അഭിനയിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീൻ, ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ സീനൊക്കെ ഉണ്ടാക്കി. എല്ലാവരും പറയില്ല മമ്മൂക്ക ഭയങ്കര സീരിയസ് ആണ്. ഹി വാസ് വെരി സ്വീറ്റ് പേഴ്സൺ. പിന്നെ നമ്മുടെ ടിവിയിൽ എത്ര തവണ കണ്ടിരിക്കുന്നതാണ് പഞ്ചാബി ഹൗസ്. ഇതിന്റെ ഷൂട്ടിങ് ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു സത്യം പറയുകയാണെങ്കിൽ. കാരണം എല്ലാ ആർട്ടിസ്റ്റും എല്ലാ ദിവസവും ഉണ്ട്, എല്ലാവരും ആ പന്തൽ ബേസ് ചെയ്തിട്ടാണല്ലോ കഥകൾ, എല്ലാവരും എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ ഉള്ളവർ മുഴുവനും ഭയങ്കര തമാശ പറയുന്ന ആൾക്കാരാണ്. ഞാൻ ആ പടം ചെയ്യാതിരിക്കാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു. ഞാൻ ഏറ്റവും തമാശ സത്യം, അത് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ലോസ് ആയേനെ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ പോകുമ്പോ ഈ കൊച്ചു പിള്ളേർ വരെ പഞ്ചാബി ഹൗസ് പറയുമല്ലേ. സത്യം പറഞ്ഞ ആണ്ടോണി ഉള്ളപ്പോഴാണ് നമുക്ക് കൂടുതൽ സ്ട്രെസ്. കാരണം എന്താ വെച്ചാൽ രാവിലെ കാപ്പി ഉണ്ടാക്കി കൊടുക്കണം, ചായ ഉണ്ടാക്കി കൊടുക്കണം, ഇങ്ങനെ ഒരു രീതിയിലാണ് ഇത് പറഞ്ഞത്. പക്ഷെ അതുകൊണ്ടാണോ മകൾക്ക് ഒരു കുതിരയെ വാങ്ങിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞത്, ദാറ്റ് വാസ് എ വെരി ബാഡ് കമന്റ് ഫോർ എ 15-year-old girl. നമ്മൾ എപ്പോഴും വി ഷുഡ് ബി ലിറ്റിൽ സോഷ്യലി കോൺഷ്യസ്. നമ്മൾ എന്താണ് പറയുന്നത്, ആരെയാണ് പറയുന്നത്. കാണുന്ന ആള് അതേപോലെ തന്നെ നേരിട്ടും കാണുന്നു. വീണ്ടും എനിക്ക് ട്രോൾസ് ഉണ്ടാക്കരുത്. ഇല്ല ഓക്കെ. പോയാക്കാൻ പോയിട്ട് അഭിനയിച്ചു, മേധാവിക്ക് അഭിനയിച്ചു, അല്ലെങ്കിൽ പുള്ളിക്ക് ചൂടാവുന്നത്. അപ്പൊ എനിക്ക് പേടിയായിരുന്നു. സത്യനന്ദിക്കാട് ഭയങ്കര ദേഷ്യം പിടിക്കുന്ന മനുഷ്യനാണ്. നിങ്ങളുടെ പ്രിയ മിനിസ്ക്രീൻ താരങ്ങൾ ഒരു കുടക്കീഴിൽ ഒന്നിക്കുന്ന താരസംഗമവേദി. പോയ വർഷം നിങ്ങൾ കണ്ട ടെലിവിഷൻ പരമ്പരകളിലെ മികച്ച നടൻ ആര്, ടെലിവിഷൻ ഷോകളിൽ ഏറ്റവും മികച്ചത് ഏത്, മികച്ച നടി, മികച്ച സഹനടൻ, മികച്ച സഹനടി എന്നിങ്ങനെ അംഗീകാരങ്ങളുടെ ഒരു പെരുമഴ. ഒപ്പം നിങ്ങളുടെ പ്രിയ താരങ്ങളുടെ ത്രസിപ്പിക്കുന്ന പെർഫോമൻസുകൾ. മൈൽസ്റ്റോൺ ടിവി അവാർഡ്സ് 2025. എല്ലാം ഒരു സെക്കൻഡിനുള്ളിൽ ചേച്ചി ഉറങ്ങിക്കഴിഞ്ഞാൽ ചേച്ചിനെ മാറ്റുന്നു. പക്ഷെ ശരിക്കും ഡെപ്തിലേക്ക് ചേച്ചിനെ ഭയങ്കരമായിട്ടും ഹേർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു ട്രോൾ? എന്തെങ്കിലും That was long back. Okay. ഞാൻ മോൾക്കൊരു അത്രയും ട്രോളുന്നവരുണ്ടോ ചേച്ചി? ട്രോൾ അല്ല, കമന്റ്സ്. യൂട്യൂബിൽ വരുന്ന സംഭവത്തിന് കമന്റ്സ് അന്നും ഉണ്ടായിരുന്നല്ലോ. ഞാനൊരു മോള് ഒരു 15 years ആയ സമയത്ത് ഞാൻ അവൾക്കൊരു കുതിരയെ വാങ്ങിച്ചു കൊടുത്തു. ഓക്കെ. സോ അത് കഴിഞ്ഞൊരു ഇന്റർവ്യൂവില് ആക്ച്വലി അത് കഴിഞ്ഞ അടുത്ത് തന്നെ ഒരു ഇന്റർവ്യൂവില് അപ്പൊ ഈ മോൾക്ക് കുതിരയെ വാങ്ങിച്ചു കൊടുത്തത് ഭയങ്കര വൈറലായിരുന്നു. അന്ന് ഏതൊരു ചാനലിൽ അവർ ഒരു ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവരൊരു ഒരു പ്രോഗ്രാമിൽ. ആൻഡ് വേറൊരു പ്രോഗ്രാമിൽ ഇന്റർവ്യൂവിൽ എന്നോട് സംബടി ഇന്റർവ്യൂ ചെയ്യുന്നവര് ചോദിച്ചു, what do you ഈ കല്യാണം കഴിച്ച് അപ്പൊ സോ me and my husband live separately. അത് എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യമാണ്. We live separately. We communicate with each other because we have a common factor binding us. Our daughter is there. So though we live separately, we are constantly in communication with each other. And വീട്ടിൽ അവിടുത്തെ എന്ത് കാര്യത്തിലും ഞാനും അവിടെ പോകും, എൻ്റെ വീട്ടിൽ എന്ത് കാര്യത്തിലും പുള്ളിയും വരും. അങ്ങനെ വി ഹാവ് എ ഗുഡ് റാപ്പോ. അത് അപ്പം ഞാൻ ഈ ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ അപ്പനോട് പറഞ്ഞു, അപ്പം ചോദിക്കുമ്പോൾ എന്താണ് ചേച്ചിക്ക് ഒരു ആൺതുണ ഇല്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അത് വളരെ ലൈറ്റ് ഹ്യൂമേർഡായിട്ട് ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ ആൺതുണ ഉള്ളപ്പോഴാണ് നമുക്ക് കൂടുതൽ സ്ട്രെസ്. കാരണം എന്താ വെച്ചാൽ രാവിലെ കാപ്പി ഉണ്ടാക്കി കൊടുക്കണം, ചായ ഉണ്ടാക്കി കൊടുക്കണം, ഭക്ഷണം കറക്റ്റ് ഉപ്പ് നോക്കണം, പുളി നോക്കണം, ഇതൊക്കെ നോക്കി കറക്റ്റായിട്ട് ഇല്ലെങ്കിൽ അവർക്ക് വിഷമാവും എന്ന് വെച്ചാൽ. കാരണം നമ്മൾ അതാണ് കണ്ടിരിക്കുന്നത്. നമ്മുടെ അമ്മ വറീഡ് ആവുന്നത് ഡാഡിക്ക് രുചിയാവുന്നുണ്ടോ എന്നാണ് അമ്മ എപ്പോഴും നോക്കിയിട്ടുണ്ടാവുന്നത്. അവരുടെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടമൊന്നുമല്ല. അച്ഛന് ഓക്കെ ആണോ, അച്ഛന് ഇഷ്ടമുള്ളതാണോ നോക്കി. അപ്പൊ ഞാൻ അതല്ല ഞങ്ങളും പഠിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ആക്ച്വലി ആൺതുണ ഇല്ലാത്തപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫ്രീ സമാധാനമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു രീതിയിലാണ് ഇത് പറഞ്ഞത്. പക്ഷെ കമന്റ് വന്നത്, താഴെ വന്നത്, അതുകൊണ്ടാണോ മകൾക്കൊരു കുതിരയെ വാങ്ങിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞത്, ദാറ്റ് വാസ് എ വെരി ബാഡ് കമന്റ് for a 15-year-old girl. You know, that should not have been based on a 15-year-old girl. And that was really bad. Actually എനിക്ക് തോന്നുന്നു അന്ന് മുതലാണ് എനിക്ക് ഇന്റർവ്യൂസിനോടൊക്കെ ഒരു ഇഷ്ടക്കേട് വന്നത്. I felt that പിന്നെ സിനിമയെ കുറിച്ച് മാത്രം ചോദിക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ ഓക്കെ, ലൈക്ക് നമ്മളൊരു ഫിലിമിന്റെ വർക്കിന് ഇതിന് പോവുകയാണെങ്കിൽ അതിന്റെ ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ദേ ഓൺലി ആസ്ക് അബൌട്ട് ദ മൂവീസ്, ദേ ഡോണ്ട് ആസ്ക് അബൌട്ട് പേഴ്സണൽ ലൈഫ്. ഈ പേഴ്സണൽ ലൈഫിലേക്ക് പോകുമ്പോഴാണ് ഞങ്ങൾ പറയുന്ന കമന്റ്സ് ഇവർ വേറെ രീതിയിൽ എടുക്കുന്നത്. സോ ഈ ട്രോൾ ചെയ്യുന്നതും ഇങ്ങനെ കമന്റ് ചെയ്യുന്ന ആൾക്കാരും കൂടെ ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൂ ആർ ദേ കമന്റിങ് ഓൺ. അല്ല അത് ആ കുട്ടിയെ എങ്ങനെ വിഷമിപ്പിക്കും, ഇസ് ഇറ്റ് ദ റൈറ്റ് തിങ്. നമ്മൾ എപ്പോഴും വി ഷുഡ് ബി ലിറ്റിൽ സോഷ്യലി കോൺഷ്യസ്. നമ്മൾ എന്താണ് പറയുന്നത്, ആരെയാണ് പറയുന്നത്, അത് കുറച്ചും കൂടെ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപാട് പേർക്ക് ഈ കമന്റ്സ് വായിക്കുമ്പോൾ ചിരിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കാലനെ പറ്റിച്ച് നടക്കാനുള്ള കമന്റ് എന്നെ കുറിച്ചാണ് പറഞ്ഞത്, പക്ഷെ എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നിയത്. അപ്പം അങ്ങനത്തെ കമന്റ്സ് ഓക്കെയാണ്. പക്ഷേ ഈ ഹേർട്ട്ഫുൾ ആയിട്ട് ഡബിൾ മീനിങ് വെച്ച് they should not do it. It should not be done because it shows our character. എനിക്ക് ചിലപ്പോൾ അറിയാത്ത ആളായിരിക്കും അത്, പക്ഷെ ബേസിക്കലി ആ ആള് ആ ഒരു
എന്താ പറയുക, അറിയാത്ത ഒരാളാണെങ്കിലും എൻ്റെ മനസ്സിൽ ആ ഒരു വ്യക്തിയോട് ആ ഒരു നിമിഷം വളരെ ഒരു ദേഷ്യവും പുച്ഛവും എന്തൊക്കെയൊക്കെയോ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടാവും. മേ ബി ഇറ്റ് ഡസൻറ്റ് ഹേർട്ട് ഹിം, ബട്ട് ഇറ്റ് ഈസ് എ നെഗറ്റീവ് എനർജി ഫ്രം മൈ സൈഡ്, ദാറ്റ് ഈസ് എക്സ്റ്റെൻഡിങ് ടുവേർഡ്സ് ഹിം. അത് നമുക്ക് ഒഴിവാക്കാൻ, ലെറ്റ്സ് സേ ഇങ്ങനെ ആൾക്കാർക്ക് കാണുമ്പോൾ ചിരിക്കാൻ പറ്റുന്ന കമന്റ്സ് ആയിട്ട് പറയട്ടെ. ഐ വുഡ് ബി ഓക്കെ വിത്ത് ദാറ്റ്. അപ്പൊ ഏതെങ്കിലും ഒരു കമന്റിന് ചേച്ചി റിപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നിട്ട്? എനിക്ക് ആഗ്രഹമുണ്ട്, വേറെ എൻ്റെ പേരിൽ ഞാൻ റിപ്ലൈ ചെയ്യാൻ എനിക്ക് പേടിയാണ്. പിന്നെ അതിന്റെ മേലെ വേറെ പൊങ്കാലയായിരിക്കും എൻ്റെ മേലെ ഇടുക. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ വിചാരിക്കും വേറൊരു കള്ള യൂട്യൂബ് അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ മറുപടി പറയണം. പിന്നെ അതൊക്കെ വലിയ പണിയല്ലേ. യു ഷുഡ് ബി വായിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഇതിനു വേണ്ടി കമന്റ് പറയാം. പിന്നെ ചില ഫ്രണ്ട്സ് ഒക്കെ എന്നോട് പറയുമ്പോൾ ഞാൻ പറയും, നീ ഒന്ന് തന്നെ മറുപടി അയക്കി. ലൈക്ക് എനിക്ക് ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫാനായിട്ട് തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പാണ്. ഹീ ഈസ് ലൈക്ക് മൈ ബ്രദർ, ഫ്രണ്ട്, അങ്ങനെ ഒരാളാണ്. എന്താണ്, സൂരജ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. റിയൽ നെയിം സതീഷ്. അപ്പം സതീഷ് എപ്പോഴും ഭയങ്കര, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ നമ്പർ 1 ഫാൻ എന്ന് വേണമെങ്കിലും പറയാം. സൂരജ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. സൂരജ് രാവിലെ എണീക്കുമ്പോൾ ഫസ്റ്റ് യൂട്യൂബ് അല്ല ഇന്റർനെറ്റ് പോയിട്ട് കംപ്ലീറ്റ്ലി എന്തൊക്കെ പിക്ചേഴ്സാണ് എൻ്റെ പുതിയത് വന്നിരിക്കും അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് പുള്ളി ഒരു ഫയലൊക്കെ ഉണ്ടാക്കി വെക്കും, എനിക്ക് കുറേ അയച്ചു തരും. അപ്പോൾ ഇങ്ങനെ എന്നോട് വിളിച്ചിട്ട് ഇങ്ങനെ പറയും, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു മെസ്സേജ്. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ അതിന് കമന്റ് മറുപടി, നിനക്ക് അറിയാലോ എന്നെ, നീ അതിന് പറ്റിയ കമന്റ് നീ വേണമെങ്കിൽ ഇടുക എന്ന് പറയുമ്പോൾ. സോ ഐ തിങ്ക് ഹീ ഡസ് ദാറ്റ് വൺസ് ഇൻ എ വേ. ബട്ട് അങ്ങനെ എല്ലാവരോടും നമുക്ക് പറയാനും പറ്റില്ല. യു കനോട്ട് എക്സ്പെക്ട് ദാറ്റ് കൈൻഡ് ഓഫ് ഫേവർ ഫ്രം അതേഴ്സ്. ഈവൻ എനിക്കറിയാം എനിക്ക് എൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടറായിട്ട് നിൽക്കുന്ന ഒരു പബ്ലിക്കിൽ ഉള്ള ഒരാളാണ്. സോ ഹീ ഈസ് ഗുഡ് ടു മീ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന ഷേർലി, അങ്ങനെ ഷൈനി, കുഞ്ഞുമോൾ, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ കൂടെ പഠിച്ച കോളേജിൽ പഠിച്ച കുട്ടികളൊക്കെ ഉണ്ട്, ഈ പറഞ്ഞ ശാന്തയൊക്കെ. അവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ എന്നോട് പറയും, ഞാൻ കമന്റ് മറുപടി പറഞ്ഞു കേട്ടോ നീന, ഞങ്ങൾക്ക് വിഷമമായി അതങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ കമന്റ് പറഞ്ഞു എന്നൊക്കെ അവർ പറയാറുണ്ട്. ബട്ട് ഐ ഡോണ്ട് ഗോ ത്രൂ ദാറ്റ്. എന്തെങ്കിലും വോട്ടർ അവർ കണ്ടപ്പോൾ അവർ കമന്റ് ചെയ്യുന്നത്, ദേ ഡോണ്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയക്കാറൊന്നുമില്ല. അവർ മറുപടി പറഞ്ഞു എന്ന് പറയും. അവരപ്പൊ തന്നെ അതിനുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ടോ? കണ്ടാൽ അവരെന്തെങ്കിലും അവർ തീർച്ചയായിട്ടും കൊടുക്കും. ചേച്ചി വേറെ ആരുടെങ്കിലും ഇന്റർവ്യൂ കണ്ടിട്ടോ ഇതേപോലെ എന്തെങ്കിലും കണ്ടിട്ടോ ചേച്ചി വേറൊരു സെലിബ്രിറ്റിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഞാൻ കമന്റ് ചെയ്തത്, ഞാൻ IPS ഓഫീസർ ശ്രീലേഖ മാമിന്റെ, ഷീ ഹാസ് എ യൂട്യൂബ് ചാനൽ. ഞാൻ അതിൽ പോയിട്ട് പലപ്പോഴും കമന്റ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് അവർ സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് വളരെ എന്താ പറയുക, ഞങ്ങൾക്ക് നമ്മുടെ മനസ്സിലുള്ള ചില ചോദ്യങ്ങൾക്ക് അവരുടെ ഇന്റർവ്യൂസിൽ അല്ലെങ്കിൽ അവരുടെ ആ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് ഉത്തരങ്ങൾ കിട്ടാറുണ്ട്. ചില കാര്യങ്ങൾ സംഭവിച്ചത് എന്താണ് സംഭവിച്ചത്, അതിന്റെ സത്യാവസ്ഥ എന്താന്നൊക്കെ പലതും പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടമുള്ള ചില ആൾക്കാരുണ്ടാവും. ഇപ്പൊ രമ്യ ഒന്ന് പറയുന്നു, ശാന്തൻ ഒന്ന് പറയുന്നു, എന്റെ കൂട്ടുകാരി ഒന്ന് പറയുന്നു. ഇതിൽ ഏതെങ്കിലും ഒരാൾ പറയുന്നതായിരിക്കും എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം. സോ അങ്ങനെ ഐ ലൈക്ക് ടു ബിലീവ് വാട്ട് ശ്രീലേഖ മാം സേസ്. സോ അതിൽ ഞാൻ മാം, ഹാറ്റ്സ് ഓഫ് മാം, ഇറ്റ് വാസ് എ നൈസ്, I mean, I enjoyed going through your channel, to the details ഒക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അവർ മറുപടി അയച്ചോന്ന് എനിക്കല്ല, ഞാൻ ഒരിക്കലും നോക്കിയിട്ടില്ല. എനിക്ക് ഫീൽ ചെയ്ത സമയത്ത് ഐ ഹാവ്. ഓക്കെ. സോ ചേച്ചി ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഫ്രീ മൈൻഡ് ആണ് അല്ലെ. നമുക്കൊരു ചേച്ചിയെ കൺവിൻസ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ചേച്ചിക്ക് ഒരു സാധനം ശരിക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചേച്ചി അവിടെ അപ്രീഷിയേറ്റ് ചെയ്യും, അവരുടെ അടുത്തത് കാര്യങ്ങൾ പറയും. അപ്പൊ രമ്യയുടെ ഇന്റർവ്യൂ ഞാൻ ഈ അടുത്ത് തന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഒരു മെസ്സേജ് ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് മാപ്പ് തരൂ. നോക്കിക്കോൾ, ഇന്ന് 2 ദിവസത്തിനുള്ളിൽ ഒരു 4 ഇന്റർവ്യൂസ് ഞാൻ കമന്റ് ഇടും. അത് ചേച്ചി ഇത് തന്നെയായിരിക്കും നീന ഗ്രൂപ്പ് എന്നുള്ള ഇന്റർവ്യൂ മാത്രം. ഇല്ല, ഇതിന് മുമ്പ് ചെയ്ത ഇന്റർവ്യൂസ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഓക്കെ. ഇന്നും ഇത്രയും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ചേച്ചി, നമുക്ക് ചേച്ചി എന്ന് പറയുമ്പോൾ നീന കുറുപ്പ് എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് ചേച്ചി എത്ര സിനിമകളും സീരിയലും ചെയ്തു എന്ന് പറഞ്ഞാലും പഞ്ചാബി ഹൗസ്. കാരണം അത് പേരെ ആരും ആദ്യം പറയുള്ളൂ ചേച്ചിയുടെ എന്ത് പറഞ്ഞാലും. ഇപ്പൊ പോകുന്ന ഈ കൊച്ചു പിള്ളേർ വരെ പഞ്ചാബി ഹൗസ് പറയുമല്ലേ. കാരണം പഞ്ചാബി ഹൗസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്നും ടെലിവിഷനിൽ അത് ഈ ഫെസ്റ്റിവൽ സമയത്ത്, ഓണാണെങ്കിലും വിഷു ആണെങ്കിലും ഒക്കെ ഇത് കാണിക്കും. അതുകൊണ്ട് കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പോഴും അതറിയാം. അപ്പൊ അവര് കാണുമ്പോ അതല്ല, സ്ക്രീനിൽ കാണുന്ന ആള് അതേപോലെ തന്നെ നേരിട്ടും കാണുന്നു. വീണ്ടും എനിക്ക് ട്രോൾസ് ഉണ്ടാക്കരുത്. ഇല്ല. ഓക്കെ. അപ്പൊ നമുക്ക് പഞ്ചാബി ഹൗസിന്റെ വിശേഷങ്ങൾ എന്ന് പറയാം. ചേച്ചിക്ക് ഒന്ന് ഓർത്തെടുത്ത് അതിൽ ആ സെറ്റിലെ വിശേഷങ്ങൾ, കാര്യങ്ങൾ. എന്റെ ഏറ്റവും വലിയ ഓർമ്മ എന്താണ്, ഞാൻ ആ പടം ചെയ്യാതിരിക്കാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു. ഞാൻ ഏറ്റവും തമാശ, സത്യം.
അത് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ലോസ് ആയതിനെ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ആക്ച്വലി ഞാൻ ആ സമയത്ത് സീരിയൽസ് ആയിരുന്നു കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അതിന് മുമ്പ് 1-2 പടങ്ങൾ ഞാൻ പോയി ചെയ്ത സമയത്ത് ഇവര് പടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോകും. നമ്മളോട് പറയും, ആദ്യം പറയും 10 days ഷൂട്ട് ഉണ്ട് എന്ന് പറയും. പക്ഷെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ആ 2 ദിവസത്തിൽ ഒരു ദിവസം ഷൂട്ടും ഉണ്ടാവുള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ പറയും ഷൂട്ട് ഇല്ല, നിങ്ങൾക്ക് ആ സീൻസ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ സീൻസും കട്ട് ചെയ്തു പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് 1-2 അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്താണ് പഞ്ചാബി ഹൗസ് വരുന്നത്. ഞാൻ വിചാരിച്ചു ഇതും അതുപോലെ തന്നെയാവും, ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദിസ് മൂവി. അപ്പൊ ഞാൻ ഇങ്ങനെ അവരോട് ആദ്യം പറഞ്ഞു എനിക്ക് ഡേറ്റ്സ് ഇല്ല, സീരിയൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് സീരിയലായിരുന്നു ഞാൻ വളരെ ആക്റ്റീവായിരുന്നു. എനിക്ക് ഡേറ്റ്സ് ഇല്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ കൺട്രോളർ ഉണ്ടായിരുന്നു ഷൺമുഖണൻ എന്നെ ശാന്തനുവിനെ പോലെയാണ്, വിടാതെ പിടിച്ചു, വിടാതെ എന്നെ പിടിച്ചു. അപ്പൊ ഇല്ല മോളുടെ ഡേറ്റ്സ് പറ. എന്നിട്ട് ഞാനപ്പോ പറഞ്ഞു ഓക്കെ ഞാൻ നെക്സ്റ്റ് മന്ത് ഒരു സമയം പറഞ്ഞു, അപ്പൊ ചെയ്യാം, നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വേറെ എനിക്ക് അറിയുന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞത് ഇവരെന്നെ വെറുതെ വിടുന്നില്ല, ആ ഷൺമുഖനെ സമ്മതിക്കുന്നില്ല, എനിക്ക് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, അവർ എത്ര പേയ്മെന്റ് പറയുന്നു അതിന്റെ ഒരു ഡബിൾ നീ പറയും, അപ്പൊ പിന്നെ അവർ ചിലപ്പോൾ ഒഴിഞ്ഞു പോയിക്കോളും. ഞാനിതൊരു ഡബിളും അല്ല, ഞാൻ ട്രിപ്പിൾ പറഞ്ഞു. പക്ഷേ ദേ സ്റ്റേഡ് വിത്ത് മീ. അങ്ങനെയാണ് ഞാൻ പോയിട്ട് ഈ പടം പഞ്ചാബി ഹൗസ് കമ്മിറ്റ് ചെയ്യുന്നത്. ഐ ഹാഡ് നോ എക്സ്ക്യൂസ് ടു നോട്ട് ഡു ഇറ്റ്. എന്നിട്ടും ഞാൻ അന്ന് ഈ നാന മാഗസിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അന്നൊക്കെ. ഈ പിക്ചേഴ്സ് എന്തോ പ്രിന്റിങ്ങിന്റെ പ്രോബ്ലം കാരണം മുഖം എവിടെയാണെങ്കിൽ ഒരു ഇച്ചിരി ഇളകിയിട്ടായിരിക്കും നെക്സ്റ്റ് ഫേസ്, ആ ഫേസിന്റെ ഒരു ഇളകിയിട്ടായിരിക്കും, അത് ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ആയിരിക്കും ഫേസ്. ഞാൻ പോയിട്ട് നോക്കി റാഫി മെക്കാട്ടിന്റെ പിക്ചറൊക്കെ നോക്കിയപ്പം ഈ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുള്ള പിക്ചർ ആയതുകൊണ്ട് ആകെ ഒരു വികൃതമായിട്ടുള്ള ഒരു പിക്ചറാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ ഇവരെ കണ്ടല്ലോ 2 ഗുണ്ടകളെ പോലെ ഉണ്ടല്ലോ, ഈശ്വര ഇവര് ഗുണ്ടകളാണെങ്കിൽ എനിക്ക് എന്നാൽ പിന്നെ എനിക്ക് സിനിമ ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട്. എന്നിട്ടും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനും എൻ്റെ ബ്രദറും എൻ്റെ അമ്മയും കൂടുതൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള ലേഡി, ഞങ്ങൾ 4 പേരും കൂടിയാണ് എറണാകുളത്തേക്ക്, കാലിക്കറ്റിലാണ് ഞാൻ താമസിക്കുന്നത്, ഞങ്ങൾ എറണാകുളത്തേക്ക് വരുന്നു. എറണാകുളത്ത് വന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾ പോകണ്ട, വെയിറ്റ് ചെയ്യൂ, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എത്തിയ ഉടനെ ഞാൻ റീച്ചിങ് അറൗണ്ട് 8 o'clock 9 o'clock ഇൻ ദ നൈറ്റ്. അപ്പം കൺട്രോൾ എന്നോട് പറഞ്ഞു തൊട്ടടുത്ത റൂമിലാണ് ഡയറക്ടേഴ്സ് ഉള്ളത്, ഒന്ന് പോയി കാണുന്നത്. അപ്പം ഞാൻ വെച്ചു രാത്രി 9 മണിക്ക് എന്നെ വിളിക്കുന്ന ഡയറക്ടേഴ്സ് അല്ലേ. ഞാൻ പറഞ്ഞു എൻ്റെ ബ്രദറോട് നോക്ക് നീ പോകണ്ട, മിക്കവാറും നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോകാൻ പറ്റും, നീ പോകരുത് എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യൂ. എന്നിട്ട് ഞാൻ അപ്പുറത്ത് പോയി നോക്കിയപ്പോൾ പക്ഷെ പാവൻ 2 ഈ ഐ തിങ്ക് ഞാൻ പരിചയപ്പെട്ട സ്വീറ്റസ്റ്റ് പീപ്പിളിൽ 2 പേരായിരുന്നു, റാഫി സാറും മെക്കാട്ടൻ സാറും. അവരെന്നെ വിളിച്ചിട്ട് ചോദിച്ചു സേഫ് ഡ്രൈവിംഗ് ആയിരുന്നില്ലേ, എല്ലാം ഓക്കെ അല്ലേ, നാളെ രാവിലെ നമുക്ക് 8 മണിക്ക് ഷൂട്ട് തുടങ്ങാൻ പറ്റുമോ, ആയു ഓക്കെ, ഇന്ന് ട്രാവൽ ചെയ്ത് വന്നതല്ലേ, അത് ഓക്കെ ആണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അപ്പൊ പിന്നെ എനിക്ക് വേറെ ഇനി ഒരു ഓപ്ഷൻ ഉണ്ടായില്ല, ഐ ഹാഡ് ടു ഡു ഇറ്റ്. അങ്ങനെ പോയി ചെയ്ത ഫിലിമാണ്. പക്ഷെ ഇന്ന് ഞാനത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ ഐ വുഡ് ഹാവ് ബീൻ എ സീറോ ഇൻ ദിസ് ഇൻഡസ്ട്രി ഇഫ് ഐ ഹാഡ്ന്റ് ഡൺ ദാറ്റ്. അതിന്റെ ബാക്കി ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്, പക്ഷെ അതവിടെ നിൽക്കട്ടെ, അതൊന്ന് പോസ് ചെയ്യാണ്. ഇതിന് റിലേറ്റഡ് ആയിട്ട് ചോദിക്കട്ടെ, ഈ പഞ്ചാബി ഹൗസ് റീലോഡഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇപ്പൊ ഏതാണ്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവണം, 1 year ആയിട്ട്. 1 year മുമ്പ് ഇതേപോലെ ഒരു ഇവന്റ് നടത്തിയിരുന്നു. അന്ന് ആ സെയിം ഇവന്റിന് വേണ്ടിയിട്ട് അന്ന് ഇതേപോലെ റാഫി സാറും മെക്കാട്ടിൻ സാറും ഇവരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ചേച്ചീനെ വിളിച്ചിരുന്നു. കള്ളി ഉത്തരം മുട്ടുന്നുണ്ട്, വെള്ളം കുടിച്ചാ വെള്ളം കുടിച്ച കറക്റ്റ് സമയത്ത് ദാഹിച്ചു. ആലോചിച്ചോ ഇനി എന്ത് പറയണമെന്ന്. അന്നുണ്ട് ചേച്ചി പറഞ്ഞ എക്സ്ക്യൂസ് എന്താണെന്നറിയോ, ഇതുപോലെ തന്നെ പല എക്സ്ക്യൂസ് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അതേ അന്ന് ശാന്തന ഓർമ്മ രമ്യ, ഇതൊക്കെ എനിക്കും പ്രായമൊന്നും ആയിട്ടില്ല ചേച്ചി, എല്ലാം ഓർമ്മയുണ്ട്. ഭയങ്കര റിസർച്ച് നടത്തിയിട്ട് വന്നിരിക്കുകയാണല്ലോ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട്. അതെ, എന്നിട്ട് അവര് ചേച്ചി പറഞ്ഞെന്താന്നറിയോ, അതേ എനിക്ക് ഷെഡ്യൂൾ ഫ്രീ അല്ല, പത്രമാറ്റിന്റെ ഷൂട്ടുണ്ട്, ഞാൻ അതിന്റെ ലൊക്കേഷനിലാണ്, എനിക്ക് ഡേറ്റ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ഇതേപോലെ തന്നെ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ആ റാഫി സാർ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ സാർ പറയുകയും ചെയ്തു, സ്റ്റേജിൽ തന്നെ പറഞ്ഞു ഈ ഒരു സമയത്ത് ഞാൻ നീനേനെ വല്ലാണ്ട് ഞങ്ങൾ മിസ് ചെയ്യുന്നു. ചേച്ചി വന്നില്ല, ദിലീപേട്ടനും വന്നിട്ടില്ല അന്നത്തെ ആ ഒരു ഇവന്റില്. പക്ഷെ അന്ന് ഒരു റാഫി സാർ പ്രത്യേകം അന്ന് ചേച്ചിയുടെ കഥാപാത്രത്തെ 25th ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് സെലിബ്രേഷൻ അത് വന്ന് മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തുണ്ട് വന്നില്ല, അതൊരു ഇവന്റിന്റെ അല്ലേ വിളിച്ച, ഇന്റർവ്യൂവിന് അല്ലല്ലോ. കുറച്ചു കാലം എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ ബേസിക്കലി ഷൈ ആണ് രമ്യ, നോബഡി വിൽ ബിലീവ് ദാറ്റ്, ഐ നോ. ഞാൻ ബേസിക്കലി കുറച്ച് ഷൈ ആണ്, കഴിയുന്നതും ഞാൻ ഇവന്റ്സിന് പോകാതിരിക്കും. പക്ഷെ ഈയിടെയായിട്ട് എനിക്കും മനസ്സിലാവാൻ തുടങ്ങി അങ്ങനെ ചെയ്യരുത്, യു ഷുഡ് ബി, ഒരു എക്സ്പോഷർ ഇല്ലെങ്കിൽ പീപ്പിൾ ടെൻ ടു ഫൊർഗെറ്റ് യു. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇപ്പൊ പിന്നെയും
ഇവന്റ്സ് ഒക്കെ വരുമ്പോൾ പോകാൻ തുടങ്ങി. പക്ഷെ അല്ലെങ്കിൽ ഞാൻ കഴിയുന്നതും ഐ ഷൈ അവേ. ഞാൻ മറ്റേ ഫിലിം ആക്ടേഴ്സിന്റെ ഇപ്പൊ അമ്മയുടെ നമ്മൾ സെലിബ്രേഷൻ ഉണ്ടാവുമല്ലോ, അല്ല സ്റ്റേജ് ഷോ ഉണ്ടാവുമല്ലോ, അതിന് പോയില്ല. കഴിയുന്നതും ഐ അവോയ്ഡ് തിങ്സ് ആക്ച്വലി. അങ്ങനത്തെ ഒരു നേച്ചർ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഐ എം ചേഞ്ചിങ് നൗ. ഓക്കെ, അപ്പൊ ഇനി അങ്ങനെ ഒരു കോൾ മാസത്തിൽ 10 ഇന്റർവ്യൂ വിളിക്കും. ഇനി ഇങ്ങോട്ട് വിളിച്ചു നോക്കും, ഹലോ ശാന്തനു, എനിക്ക് ഇന്റർവ്യൂ ഒന്നും ഇല്ലേ, ഇനി ഇന്റർവ്യൂവിന് വിളിക്കും, ഇവന്റിന് വിളിക്കും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, എന്നെ ഇന്റർവ്യൂവിന് വിളിക്കും. അല്ല ചേച്ചി ചോദിക്കട്ടെ, അന്ന് ചേച്ചി പഞ്ചാബി ഹൗസിൽ ചേച്ചിയോടുള്ള ഇഷ്ടം പോലെ തന്നെ അന്ന് ചേച്ചി മോഹിനി നിങ്ങളുടെ ആ ഒരു ഇങ്ങനെയാണല്ലോ, പുറകെയാണല്ലോ, മോഹിനിയുടെ സംസാരമായിരുന്നല്ലോ ചേച്ചി. അപ്പൊ അതേപോലെ ഇപ്പം അവർ നിങ്ങൾ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ടോ? അന്നും ആക്ച്വലി മോഹിനി വളരെ പ്രൊഫഷണൽ പേഴ്സൺ ആണ്. ഐ തിങ്ക് പിന്നെ എത്രയോ പ്രാവശ്യം കൂടെ അഭിനയിച്ച ആൾക്കാരുമായിട്ട് മോഹിനി പിന്നീടും കോൺടാക്ട് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വി ഹാഡ് എ വെരി പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഡ്യൂറിംഗ് ദ ഷൂട്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ ഐ ഡോണ്ട് തിങ്ക് ഞങ്ങൾ നമ്പേഴ്സ് പോലും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷീ വെന്റ് ഹർ വേ, ഐ വെന്റ് മൈൻ. And we never happened to see each other after that. ഞാൻ കുറെ കാലം റാഫി സാറായിട്ടും മെക്കാഡിൻ സാറായിട്ടും പിന്നെ റാഫി സാറിന്റെ ബ്രദർ ആയിരുന്നു അന്ന് അതിൽ അസോസിയേറ്റ് ആയിട്ടുണ്ടായിരുന്നത് ഷാഫീസ് നോ മോർ നൗ. അപ്പൊ ഷാഫി ആയിട്ടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ടെന്നല്ലാതെ ബട്ട് നെവർ വിത്ത് ദിസ് ഗേൾ മോഹിനിയായിട്ട് ഞാൻ പിന്നെ കോൺടാക്ട് ഉണ്ടായില്ല. പക്ഷെ നമ്മള് ഈ ഇവന്റ് ഞാൻ പറഞ്ഞില്ലേ പഞ്ചാബി ഹൗസ് റീലോഡഡ്, ആ സമയത്ത് ചേച്ചിനെ അപ്രോച്ച് ചെയ്ത പോലെ തന്നെ തീർച്ചയായിട്ടും ആ സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണമല്ലോ ആ ഇവന്റിൽ. അങ്ങനെ വിളിച്ചിരുന്നു മോഹിനിനെ. അന്ന് വിളിച്ചു കഴിഞ്ഞ് കുറെ തവണ ട്രൈ ചെയ്തു. അങ്ങനെ ട്രൈ ചെയ്തപ്പോൾ എല്ലാ നമ്പരും മാറി പോയിക്കൊണ്ടേയിരിക്കും. ആ നമ്പറിലൊന്നുമില്ല. അപ്പൊ വേറൊരു നമ്പർ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. ആ നമ്പറിൽ നോക്കുമ്പോൾ അതിലും കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ മനസ്സിലായത്, നമുക്കറിഞ്ഞ എന്താ വെച്ചാല് മോഹിനി കംപ്ലീറ്റ് ആയിട്ട് സിനിമ ഈ ഒരു ലോകമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇപ്പൊ കംപ്ലീറ്റ്ലി സ്പിരിച്വൽ ആണ് ആള്. ശരിയായിരുന്നു. ഞാനും അത് കേട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ മോഹിനി എന്തോ സ്പിരിച്വൽ ആയിട്ട് മൂവി ചെയ്തു. പക്ഷെ അതുകൊണ്ട് അതിനുശേഷം മൂവീസ് ചെയ്തുവോ എന്ന് എനിക്കറിയില്ല. ഇല്ലില്ല, സ്പിരിച്വൽ അതിന് ശേഷം ഇത് കംപ്ലീറ്റ് ഈ ഒരു മൂവി ഇതിനോടൊക്കെ കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്ത് പോയിട്ടാണ് ആള് സ്പിരിച്വൽ ഇതിലേക്ക് വന്നത്. പിന്നീട് മൂവി ചെയ്തിട്ടില്ല. ഇപ്പൊ തന്നെ മൂവി ചെയ്തിട്ട് കുറെ വർഷങ്ങളായല്ലോ. ഏതോ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് കളക്ടർ എന്ന് പറഞ്ഞൊരു മൂവി, അതും കുറച്ച് ഇയേഴ്സ് മുന്നെയാണ്. അതിലെന്തോ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എന്തോ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ചേച്ചിക്കും ഇപ്പൊ അങ്ങനെ കണക്ഷൻ ഒന്നും ഇല്ല അല്ലേ? അന്ന് തന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ച ചോദ്യമായിരുന്നു ആക്ച്വലി. കാരണം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ആയതുകൊണ്ട്. പക്ഷേ പിന്നെ ഷീസ് നോട്ട് എ മലയാളി അല്ലേ, അതിന്റെ ഒരു ചെന്നൈയിൽ താമസിക്കുന്ന കുട്ടി ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ പഞ്ചാബി ഹൗസിലേക്ക് വീണ്ടും തിരിച്ചു വരാം. ഓക്കെ, പഞ്ചാബി ഹൗസിൽ ചേച്ചി അപ്പൊ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേ നിങ്ങൾ അന്നും ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയില്ലേ? സ്ക്രിപ്റ്റ് തരും ഓഫ് കോഴ്സ് അല്ലേ? അപ്പൊ അത് കേട്ടപ്പം ചേച്ചിക്ക് ചേച്ചിയുടെ കഥാപാത്രത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്നോട് അന്ന് ഞാൻ പറഞ്ഞേ രാത്രി അപ്പൊ എന്നോട് ഒരു ഔട്ട്ലൈൻ എനിക്ക് തന്നു അന്ന് സംസാരിച്ചപ്പോൾ. ഇങ്ങനെ പറഞ്ഞു, അപ്പൊ ഇങ്ങനെയാണ് ഈ ഹീറോയിന് സംസാരിക്കാൻ പറ്റില്ല, അപ്പം സംസാരിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഹീറോയിൻ ആയിട്ട് ആക്ച്വലി മോഹിനി അല്ലായിരുന്നു ഫസ്റ്റ് ഹീറോയിൻ. സംബഡി എൽസ് ഹാഡ് ഡൺ ദ റോൾ ഫോർ 3 days. പിന്നെ അവർക്ക് എന്തോ റഷസ് നോക്കിയപ്പോൾ ആ കുട്ടി ഒരു പഞ്ചാബി ലുക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ട് ഒരു ദിവസം ബ്രേക്ക് ചെയ്തിട്ടാണ് ആക്ച്വലി ഡേ മോഹിനി ജോയിൻ ദ ഫിലിം. അങ്ങനെയായിരുന്നു, ലാസ്റ്റ് മിനിറ്റ് ചേഞ്ച് ഓഫ് ഡെസിഷൻ ആയിരുന്നു അത്. എന്നിട്ട് ചേച്ചി സ്ക്രിപ്റ്റ് വായിച്ചു. ചേച്ചി അപ്പൊ പിറ്റേ ദിവസം രാവിലെ ഇപ്പം പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പോഴും എന്നോട് പറഞ്ഞു ഇതിൽ ലാസ്റ്റ് ഒരു സീനാണ്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇമോഷണൽ ആയിട്ട് അവൾ പറയാൻ നോക്കുമ്പോൾ യു ഹാവ് ടു ട്രാൻസ്ലേറ്റ് അല്ല പുട്ട് ഇറ്റ് ഇൻ ടു വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ടെൻഷനായിരുന്നു ആക്ച്വലി, അത് ചെയ്യാൻ പറ്റുമോ അറിയില്ലല്ലോ എന്ന് ടെൻഷനില്ല. പക്ഷേ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വെന്റ്. എനിവേ ആരും കംപ്ലൈന്റ് പറഞ്ഞില്ല. എന്നിട്ട് ആ സൈൻ ലാംഗ്വേജ് ഒക്കെ ചേച്ചി ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് സൈൻ ലാംഗ്വേജ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, മോഹിനിക്കായിരുന്നു ശരിക്കും. ചേച്ചി മോഹിനിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതൊക്കെ ഉണ്ടല്ലോ. മോഹിനി ഇങ്ങോട്ടേക്ക് പറയും, ഞാൻ പറയുന്നത് കുട്ടിക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷെ അവൾക്ക് പറയാനുള്ളത് അവൾ സൈൻ ലാംഗ്വേജിൽ ചെയ്യുന്നതായിരുന്നു. അപ്പൊ ചേച്ചി അതിന്റെ അത് പഠിക്കാൻ വന്നില്ല, ഒന്നും വന്നിട്ടുണ്ടായി. ഓക്കെ, ഇനി ആ സെറ്റില് ഈ സിനിമ ചേച്ചി ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഓരോ ഫെസ്റ്റിവൽ വരുമ്പോ പിന്നെയും നമ്മുടെ ടിവിയിൽ എത്ര തവണ കണ്ടിരിക്കുന്നതാണ് പഞ്ചാബി ഹൗസ്. ഇപ്പോഴും നമ്മുടെ ടിവിയിൽ കണ്ടാൽ നമ്മൾ ഇങ്ങനെ ആദ്യം കാണുന്ന പോലെ നമ്മളിരുന്ന് ചിരിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത വരാൻ പോകുന്ന കമന്റ് എന്താന്ന് നമുക്കറിയാം, ആ ഡയലോഗ്സ് എന്താണെന്നറിയാം. ബട്ട് സ്റ്റിൽ നമ്മൾ അതിങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കും. അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നപ്പോ നിങ്ങളുടെ ആ ഒരു അന്നത്തെ ഫെസ്റ്റിവൽ സമയത്ത് കാണിക്കുന്ന ആ സിനിമ ഷൂട്ടിങ് ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു സത്യം പറയുകയാണെങ്കിൽ. കാരണം എല്ലാ ആർട്ടിസ്റ്റും എല്ലാ ദിവസവും ഉണ്ട്.
എല്ലാവരും ആ പന്തൽ ബേസ് ചെയ്തിട്ടാണല്ലോ കഥകൾ. എല്ലാവരും എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ ഉള്ളവർ മുഴുവനും ഭയങ്കര തമാശ പറയുന്ന ആൾക്കാരാണ്. റാഫി മെക്കാറ്റന്റെ സ്ക്രിപ്റ്റിന് ഉപരിയായിട്ട് ഇവര് 4 പേരും, ഇന്ദ്രൻ ചേട്ടനും അശോകൻ ചേട്ടനും കൊച്ചിൻ ഹനീഫ സാറും ദിലീപും കൂടെയും ഒരുപാട് ഇംപ്രൂവൈസ് ചെയ്തിട്ട് എനിക്കൊന്ന് ഈ 4 പേരും അവർ 2 പേരും കൂടെ ഇംപ്രൂവൈസ് ചെയ്തിട്ടാണ് ഇതൊരു പെർഫെക്റ്റ് മൂവി ആയിട്ട് അന്ന് വന്നത്. പലപ്പോഴും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ഷോർട്ടിൽ ചിരിച്ചു പോകും, എന്നിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും എടുക്കേണ്ടി വന്നു. കാരണം അവർ അപ്പപ്പോൾ ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലുമൊക്കെ ഇടുമായിരുന്നു. നല്ല പിന്നെ കോമഡി ആയിട്ട് പോകുന്നോണ്ട് എന്തെങ്കിലും നമ്മൾ സജസ്റ്റ് ചെയ്താലും അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ആയിരുന്നു. അതൊക്കെ നല്ലതായിരുന്നു. ഓക്കെ. ഇത്രയും മനോഹരമായിട്ട് ചേച്ചി ചെയ്തു വെച്ച ക്യാരക്ടർ ഇന്നും എല്ലാവരുടെ ഭാഗത്തു നിന്ന് അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു ക്യാരക്ടർ. ഇത് ഇത്രയും ഡെപ്തിൽ ചേച്ചീനെ ഒന്ന് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെ ചേച്ചീനെ ശരിക്കും ടച്ച് ചെയ്തിട്ടുണ്ടാവുന്ന വേറൊരു ക്യാരക്ടർ എന്ന് ചോദിച്ചാൽ അത് ഏതായിരിക്കും? അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ അത്രയ്ക്കൊന്നും ഓടാത്ത ചില സിനിമകളായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് എനിക്ക് എടുത്തു പറയുന്നത് പ്രത്യേകിച്ച് ഇഫ് ഐ സേ 1 മൂവീസ് നെയിം, വേറൊരു 4-5 മൂവീസ് അവരെ ചിലപ്പം ഹേർട്ട് ചെയ്യും അത്. കാരണം ഞാൻ എന്തുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. സോ ഐ ഡോണ്ട്, അത് ഞാൻ പറയുന്നത് ശരിയല്ല. കാരണം എനിക്ക് ഡിയർ ആയിരിക്കും, പക്ഷെ ആ സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്കും ആ ഡയറക്ടേഴ്സിനും അവർക്ക് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. എനിക്ക് തന്നപ്പോ എനിക്ക് ചേച്ചി ഇതൊരു സൂപ്പർ ക്യാരക്ടറാന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്ന സാധനം ഞാൻ വാല്യൂ ചെയ്തില്ല എന്ന് അവർ വിചാരിക്കാൻ പാടില്ല. സോ ഐ തിങ്ക് അത് ഞാൻ പറയുന്നില്ല. ഓക്കെ. ചേച്ചി ഭയങ്കര എപ്പോഴും മോഡേൺ ഔട്ട്ഫിറ്റ്സ് ഇടാനാണോ ചേച്ചിക്ക് പേഴ്സണലി താല്പര്യം? ഞാനും എന്റെ മോളും ഒരേ ഡ്രസ്സിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാറുണ്ട്. മിനിമലിസം മറക്കരുത്. അപ്പം ഞാൻ ആക്ച്വലി സാരീസ് അല്ലാതെ ഇപ്പൊ പിന്നെയും കുറച്ചൊക്കെ ഞാൻ കുറച്ചും കൂടെ കോൺഷ്യസ് ആണ്. ഞാൻ എന്താ വാങ്ങിക്കുന്നത്, ചിലപ്പോൾ കുർത്തീസ് ഒന്നും അവൾക്ക് അത്രയ്ക്ക് താല്പര്യമില്ല. അതൊക്കെ ഞാൻ വാങ്ങിക്കുമ്പോൾ അവളെ പറ്റി ചിന്തിക്കാമല്ലോ. പക്ഷെ മോഡേൺ ഡ്രസ്സസ് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട്, ഐ തിങ്ക് അവളൊരു 15-16 ഇയേഴ്സ് ആയ മുതൽ ഞാൻ എന്ത് വാങ്ങിക്കുമ്പോഴും ഞാൻ ആലോചിക്കുക അവൾക്കും കൂടെ ഇഷ്ടാവോ, അവൾക്കും കൂടെ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത്. എത്ര പൈസ ലാഭിക്കാം ഒരു ദിവസം. പക്ഷേ ആ ദുഷ്ടത്തെ അങ്ങനൊന്നും വാങ്ങിക്കാറില്ല. അവള് വാങ്ങിക്കുന്ന ഈ കുട്ടിക്കുപ്പായൊക്കെ വാങ്ങിച്ചു വരുമ്പോ നീനക്കിടാൻ പറ്റുമെന്നൊന്നും അവള് ചിന്തിക്കാറില്ല. അങ്ങനത്തെ ചിന്തകളൊന്നും അവക്കില്ല. എനിക്ക് ആ ചിന്തകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ എപ്പോഴും വാങ്ങിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും അവൾക്ക് ഇഷ്ടമായിരിക്കും. ഞാൻ ഈവൻ ഫുട്വെയർ വാങ്ങിക്കുമ്പോ പോലും ഞാൻ ആലോചിക്കും അവൾക്കൊരു ഇച്ചിരി നെക്സ്റ്റ് സൈസിലേക്ക് പോകണം. അപ്പൊ ഞാൻ ഒരുവിധം നിവർത്തിയുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് പറ്റുന്ന സൈസില് അപ്പൊ ഇന്ന് ഇട്ടോണ്ട് വന്നിരിക്കുന്ന ഷൂസും ഡ്രസ്സും അവൾക്ക് കുറെയൊക്കെ അവളുടെ സ്വന്തം കാര്യത്തിനൊക്കെ നിക്കാനൊക്കെ ആയല്ലോ. അതുകൊണ്ട് ഇന്ന് ഞാൻ വാങ്ങിച്ചത് ആക്ച്വലി ഞാൻ നോക്കിയിട്ടില്ല. ഇല്ല, ഇത് ഇന്നിട്ടത് അങ്ങനെ നോക്കിയില്ല. പക്ഷെ അല്ലെങ്കിൽ മിക്കവരും അവളുടെ ടൈപ്പ് അല്ല ആക്ച്വലി. ഐ ഡോണ്ട് തിങ്ക് ഷീ വിൽ വെയർ ദിസ്. ഓക്കേ. പൊതുവെ ചേച്ചിക്ക് മോഡേൺ ഡ്രസ് ഇടാനാണ് കൂടുതൽ ഇഷ്ടം? ഐ ആം കംഫർട്ടബിൾ. ജീൻസും ഫ്രോക്സും ഒക്കെ ആയിട്ട് ഐ ആം വെരി കംഫർട്ടബിൾ. കാരണം യു ഡോണ്ട് ഹാവ് ടു ബോദർ വാട്ട് ആക്സസറി യു. ഇപ്പൊ കുർത്തീസ് ഇടുകയാണെങ്കിൽ ഇപ്പൊ രമ്യനെ കണ്ട് എന്ത് ഭംഗിയായിട്ട് രമ്യ നല്ലൊരു മാലയൊക്കെ ഇട്ട് വന്നു. അതിനെ പറ്റിയ ആക്സസറീസ്, എന്താണ് കമ്മല്, മാല, അല്ലെങ്കിൽ മോതിരം. See, you wear a jeans, you wear a shirt or a top on that. ഒരു കമ്മലിട്ട് അത് സ്റ്റഡ് പോലത്തെ സാധനമാണെങ്കിലും it doesn't matter. പിന്നെ ഇഫ് യു വോണ്ട് ടു ഡ്രസ് അപ്പ് യുവർ ജീൻസ്, നമ്മൾ അതിന് പറ്റിയ ഒരു ചെയിൻസ് ഒക്കെ എന്തെങ്കിലും മാലയൊക്കെ ഇടാം എന്നല്ലാതെ, നെക്ക് വെയർ എന്തെങ്കിലും ചെയ്യാം എന്നല്ലാതെ, ബേസിക്കലി ഇറ്റ്സ് ഈസിയർ. ഗെറ്റ് റെഡി, ഗോ. പെട്ടെന്ന് ക്യാരി ചെയ്ത് പോവാനൊക്കെ. പക്ഷെ ചേച്ചി ഫസ്റ്റ് സിനിമയിൽ അഭിനയിച്ചതൊന്നും ഓർക്കുന്നുണ്ടോ? ചേച്ചിയുടെ ആ ഒരു ക്യാരക്ടർ മോഡേൺ ഡ്രസ്സാണ് ആ ക്യാരക്ടർ ഇടുന്നതെന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് അന്ന് ആ സിനിമയിൽ നീനാക്കുറുപ്പ് അറിയാം. അതൊക്കെ അറിഞ്ഞു. സത്യം. അതിന് മുമ്പ് എനിക്ക് വേറെ ഇതൊരു ഫിലിം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാനൊരു ധാവണിയും പാവാടിയും ബ്ലൗസും ധാവണിയും ഒക്കെ ഇടുന്ന ക്യാരക്ടറായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി എനിക്കത് ചെയ്യാൻ ഇഷ്ടമില്ല, ധാവണിയൊക്കെ ഇട്ടിട്ട് ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഈ മൂവി വന്നത്. അപ്പം ഞാൻ ഈ മൂവിക്ക് എന്നെ വിളിക്കുമ്പോൾ ഞാൻ കാലിക്കറ്റിലില്ല. ഞാൻ ഒരു നാഷണൽ ഇൻറ്റഗ്രേഷൻ മീറ്റിന്റെ ആവശ്യത്തിന് ഞാനും കുറെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ രാജസ്ഥാനിലാണ്. അപ്പം എൻ്റെ അച്ഛൻ വിളിച്ച് പറയാണ്, ഒരു സിനിമയ്ക്ക് വന്നിട്ടുണ്ട്, നിനക്ക് ഒരു സിനിമ റോൾ വന്നിട്ടുണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ച ചോദ്യത്തെ മോഡേൺ വെയർ ആണ്, മോഡേൺ ഡ്രസ്സാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ, മോഡേൺ ആണെന്ന് പറഞ്ഞു. എന്നാ ചെയ്യാം, അത്രേ ഉള്ളൂ. ക്യാരക്ടർ അറിയണ്ട,
മമ്മൂക്കയാണെന്നൊന്നും എനിക്ക് അറിയ പോലും ഇല്ല. അതൊന്നും അല്ലായിരുന്നു ഇമ്പോർട്ടന്റ്, മോഡേൺ ഡ്രസ്സാണോന്ന് മാത്രമേ നോക്കിയില്ലായിരുന്നു. പക്ഷെ ചേച്ചിനെ കാസ്റ്റ് ചെയ്യണത് ചേച്ചി ഒരു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിന്റെ ലൊക്കേഷനിൽ കാണാൻ Yes. അങ്ങനെ എന്തോ അല്ലേ? അതെ, അതെങ്ങനെയാ വെച്ചാല് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ ഷൂട്ടിന്റെ സമയത്ത് എന്റെ കോളേജിൽ, വേറെ കോളേജാണ്, എന്റെ ഫ്രണ്ട്സ് പഠിക്കുന്ന കോളേജിലാണ് ഷൂട്ട്. ഓക്കെ, കോഴിക്കോട് തന്നെയായിരുന്നു. അപ്പം മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞു, മോഹൻലാൽ ലാലേട്ടന്റെ ഷൂട്ട് ഉണ്ട്. അന്ന് ലാലേട്ടൻ എന്നല്ല, മോഹൻലാൽ എന്ന് പറയാം, മോഹൻലാലിന്റെ ഷൂട്ട് ഉണ്ട്, എനിക്ക് കാണാൻ പോകണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ലിപ്സ്റ്റിക് ഒക്കെ വാരി വലിച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് സ്റ്റൈലായിട്ട്, കാരണം മോഹൻലാലിനെ കാണാൻ പോകണല്ലോ, അങ്ങനെയൊക്കെ സ്റ്റൈലൊക്കെ ആക്കിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ കാണാൻ പോയതാണ്. അപ്പൊ കാണാൻ പോയ സമയത്ത് അന്ന് ഈ ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാൻ അങ്ങനത്തെ ഒരു സിസ്റ്റം അങ്ങനെ ഉണ്ടായില്ല. ഏതെങ്കിലും കോളേജിൽ വെച്ച് ഷൂട്ട് ഉണ്ടാവും, ആ കോളേജിലെ കുട്ടികളൊക്കെ ആയിരിക്കും അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നത്. അപ്പൊ ഞങ്ങൾ പോയിട്ട് കാണാൻ പോയ ആൾക്കാരായിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ വാരി വലിച്ചിട്ടൊക്കെ ഇട്ടിട്ടൊക്കെ പോയതാണ്. അപ്പൊ അവര് കണ്ടിട്ട് അവര് വന്ന് ചോദിച്ചു, ഈ ഒരു ഷോട്ടിൽ വന്നിട്ട് അഭിനയിക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ പോയിട്ട് ഞാനും എൻ്റെ കൂടെ 2 ഫ്രണ്ട്സും കൂടെ അഭിനയിക്കാൻ പോയി. ആ ഷോട്ട് വെറുതെ അങ്ങനെ മോഹൻലാലിൽ ചാടി വീഴുന്നു, ഞങ്ങൾ പോയി നോക്കുന്നു, എഴുതി നോക്കുന്നു, അത്രയ്ക്കേ ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2 months അവർ നെക്സ്റ്റ് ഇപ്പോൾ ഈ ശ്രീധരൻ്റെ 1ാം തിരുമുറിവ് വേണ്ടി അവർ തിരുമുറിവിന് ഹീറോയിനെ തേടുമായിരുന്നു. നോക്കി നടക്കുമ്പോൾ ഗൃഹലക്ഷ്മിയുടെ കവർ പേജിൽ ഞാനും വേറൊരു കൂട്ടുകാരിയും കൂടെ കവർ പേജിൽ വന്ന് ഓക്കെ, ദീപാവലിന്റെ സ്പെഷ്യൽ എന്തോ ആയിരുന്നു. ഞങ്ങൾ ആ നോർത്ത് ഇന്ത്യൻ ഡ്രസ്സ് ലാച്ച പോലത്തെ സാധനം ഇട്ടിട്ട് കവർ പേജ് വന്നു. അപ്പൊ ഇവര് ഈ പെണ്ണിനെല്ലാം അന്ന് നമ്മൾ അവിടെ വെച്ചിട്ട് കണ്ടതെന്ന് ഓർത്തിട്ട് അവർ പോയിട്ട് കോളേജിലൊക്കെ അന്വേഷിച്ച് എന്റെ അച്ഛൻ്റെ അടുത്ത് എത്തുകയാണ് ചെയ്തത്. അങ്ങനെ ചോദിച്ചത്. അപ്പൊ ചേച്ചിക്ക് ഒരു സിനിമ മോഹമോ, സിനിമ നോട്ട് അറ്റ് ഓൾ, ഒട്ടും ഉണ്ടായിരുന്നില്ല? ഫിലിം വാസ് നോട്ട് ഇൻ മൈ, എനിക്ക് അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഐ വോണ്ട് ടു ഡു മൈ IAS എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ എനിക്ക് എയർ ഹോസ്റ്റസ് ആവണം, എനിക്ക് ഈ ലോകം മുഴുവൻ കറങ്ങണം, എയർ ഹോസ്റ്റസ് ആയിട്ട് ഫ്രീ ആയിട്ട് ലോകം കറങ്ങണം, ഇതായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. I didn't never wanted to be an actress. ദൈവം, എന്നിട്ട് ഇപ്പൊ കൊണ്ട് എവിടെയും വന്ന് നിൽക്കണേന്ന് നോക്കിക്കേ. ഷോ, നമ്മുടെ തലയില് വരച്ചിരിക്കണല്ലേ. അപ്പം അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമായിരുന്നു. ഫസ്റ്റ് ഫിലിം കഴിഞ്ഞിട്ടും ഞാൻ ഓൾമോസ്റ്റ് 5 years പിന്നെ അഭിനയിച്ചിട്ടില്ലായിരുന്നു. 87 മുതൽ 92 വരെ ഐ ഡിഡ് നോട്ട് ആക്ട്. 92 ഇതുപോലെ ഞാനിപ്പോ ആഡ്സ് ചെയ്യായിരുന്നു, ചെറിയ ചെറിയ കമേഴ്ഷ്യൽസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്ത് 92 പെട്ടെന്ന് ഒരു ആഡ് ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫർ, ക്യാമറമാൻ എന്നോട് പറഞ്ഞു, ഒരു സീരിയലിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട്, മധുമോഹന്റെ സീരിയലിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട്, അതിലൊരു റോളുണ്ട്, പെട്ടെന്ന് വന്ന് അഭിനയിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല, രാവിലെ ഒരു 10 മണിക്കാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ആലോചിക്കാൻ പറഞ്ഞു 12 മണി. അപ്പൊ എന്നോട് പറഞ്ഞു 12 മണിക്കുള്ളിൽ പറയണം, കാരണം ഇന്ന് ഷൂട്ട് തുടങ്ങാനുള്ളത്. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ 12 മണിക്ക് മുമ്പേ, തൊട്ട് മുമ്പേ വിളിച്ചാൽ മതി. സോ അപ്പോഴത്തേക്കും ഞാൻ ഓക്കെ, ഞാൻ പോയി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. 12 o'clock ഐ വെന്റ് ടു ദ ലൊക്കേഷൻ. 1:30 ഐ എം സ്റ്റാർട്ടിങ് മൈ ഷൂട്ട്. അങ്ങനെ പെട്ടെന്നുള്ള ഒരു ഡെസിഷൻ ആയിരുന്നു സീരിയലിലേക്ക് അഭിനയിക്കാൻ വന്നത്. അങ്ങനെ സീരിയൽ കുറെ കാലം ഐ വാസ് കംഫർട്ടബിൾ ഡൂയിങ് സീരിയൽസ് കുറെ കാലം ചെയ്തു. അതിന്റെ ഇടയിലാണ് പഞ്ചാബി ഹൗസും വേറെ കുറച്ച് ചെറിയ ചെറിയ മൂവീസും ചെയ്തത്. പിന്നെ ചേച്ചിയുടെ ആ മോഹങ്ങൾ, IASഉം ഇതും അതൊക്കെ പിന്നെ പോയി. ഇതിന്റെ ആ ഒരു ഹരം അറിഞ്ഞു കഴിഞ്ഞപ്പോ മുതല് ഇതിലേക്ക് അതല്ല, പഠിത്തം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും പഠിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഗ്രാജുവേഷൻ കഴിഞ്ഞ പിന്നെ ഐ വാസ് നോട്ട് വെരി കീൻ ഓൺ സ്റ്റഡിങ് ഫോർ IAS. അങ്ങനെ അത് വിട്ടു. അപ്പം ഇങ്ങനെ ഒരു അഭിനയം പാഷനെ ആയിരുന്നില്ല, അഭിനയിക്കണമെന്നോ അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ ഒരു ഉള്ളിലെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളപ്പോഴല്ലേ നമ്മള് സ്ക്രീനിൽ മറ്റുള്ളവർ അഭിനയിക്കുന്ന കാണുമ്പോൾ നമ്മളൊക്കെ ഒന്ന് അഭിനയിച്ച് നോക്കാട്ടെ, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും. ചേച്ചിക്ക് ഇങ്ങനത്തെ ഒരു ഇതും ഇല്ലാണ്ട് ചേച്ചി പോയി നേരെ വന്നു പോയി ചെയ്യുന്നു. ഇൻഫാക്ട് ഞാൻ ശ്രീധരന്റെ 1ാം തിരുമുറി ചെയ്ത സമയത്ത് പോലും എനിക്ക് അതിന്റെ സിനിമ കണ്ടപ്പോഴും ഇനി അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ സീരിയൽ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അന്ന് സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ ടെലികാസ്റ്റ് വീക്ക്ലി വൺസ് ആയിരുന്നു ടെലികാസ്റ്റ്. അപ്പൊ സീരിയലിന്റെ ഷൂട്ട് കഴിയുന്നതിന് മുമ്പേ തന്നെ 1 or 2 എപ്പിസോഡൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനെ സീരിയലിന്റെ ഷൂട്ടിന്റെ ഫീഡ്ബാക്ക് കിട്ടുമല്ലോ നമുക്ക്. അന്ന് ഈ പറഞ്ഞ പോലെ നാന, ചിത്രഭൂമി എന്ന് പറഞ്ഞ മാഗസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലിങ്ങനെ വന്നു നീന കുറുപ്പിന്റെ സമന്വയമല്ല, എന്തോ ഒരു വാക്കുണ്ടായിരുന്നു, തന്മയത്വമുള്ള അഭിനയം കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാത്തുക്കുട്ടി പിന്നെ ഒരു TP ഉഷയോ, ഈ 2 പേരായിരുന്നു അന്നത്തെ മാഗസിൻസിൽ ലാസ്റ്റ് ഒരു പേജിൽ മറ്റേ അവരെ കമന്റ്സ് ഉണ്ടാവും. അപ്പൊ അത് കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു നല്ല ഫീൽ. ഓക്കെ, സംബഡി ഈസ് കമന്റിങ്. ഈ നാടകം അഭിനയിക്കുന്ന ആൾക്കാർ പറയല്ലോ, അവർക്ക് ഏറ്റവും വലിയ ഹൈ കിട്ടുന്നത് ആ പ്രേക്ഷകർ അപ്പൊ കൊടുക്കുന്ന കമന്റ്സ് ആണ്, ലൈവായിട്ട് കിട്ടുന്നത്. അപ്പൊ ആ ഒരു കമന്റ്സിലാണ് സത്യം പറഞ്ഞാൽ ഇനി നല്ല അഭിനയിക്കാം
പിന്നെ വേറെ പണിയൊന്നും അറിയൂല. ഗ്രാജുവേഷൻ കഴിഞ്ഞ് പിന്നെ വേറെ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ MA ചെയ്തു, പക്ഷെ ഐ ഡിഡ്ന്റ് കംപ്ലീറ്റ് ദ കോഴ്സ്. ജസ്റ്റ് 2-year കോഴ്സ് ചെയ്തു, പക്ഷെ ഐ ഡിഡ്ന്റ് എഴുതിയില്ല, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, എക്സാം കംപ്ലീറ്റ് ചെയ്തില്ല. സോ അതുകൊണ്ട് പിന്നെ വേറെ ഒന്നിനും കാര്യമായിട്ട് വേറെ പണിയൊന്നും അറിയില്ലായിരുന്നു. ഓക്കെ. അപ്പൊ ഈ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അപ്പം കുറെ ബ്ലണ്ടേഴ്സ് വരിക, തെറ്റിക്കുക, കുറെ റീടേക്സ് പോവുക, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? മെയിൻലി എന്താണെന്ന് വെച്ചാല് അതിലൊരു ക്യാരക്ടർ, ശ്രീധരന്റെ ഒന്നാം തിരുമുറിയിലെ ക്യാരക്ടർ ഒരു ഭയങ്കര ഒരു എന്താ പറയാ, ഒരു മൂഷേട്ട സാധനമായിരുന്നു. അതുകൊണ്ട് വലിയ നമുക്ക് കുറെ ടേക്സ് ഒന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശ്രീനിയേട്ടൻ്റെ കൂടെ ഒരു സീനിൽ ശ്രീനിയേട്ടൻ പറയുന്നത് കോമഡി ആയിട്ടാണ് പറയുന്നത്. പുള്ളി സീരിയസ് ആയി പറയുന്നത്, പക്ഷെ അത് കോമഡി ആയിട്ടാണ് അത്. എനിക്ക് തോന്നുന്നു ഒരു 15 പ്രാവശ്യം ചിരിച്ചുകൊണ്ടിരുന്നു. ഞാൻ ടേക്ക് പോകാൻ പറ്റില്ല. അവസാനം എന്നോട് സത്യേട്ടൻ പറഞ്ഞു, നീനെ പോയിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കൂ, എന്നിട്ട് തിരിച്ചു വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എന്നോട് അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞു, സത്യനന്ദിക്കാട് ഭയങ്കര ദേഷ്യം പിടിക്കുന്ന മനുഷ്യനാണ്, നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാൽ ഭയങ്കര പ്രശ്നമാവും, അതുകൊണ്ട് വേഗം പോയിട്ട് അഭിനയിച്ചു, മേധാവിക്ക് അഭിനയിച്ചോ, അല്ലെങ്കിൽ പുള്ളിക്ക് ചൂടാവും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പേടിയായിരുന്നു, എന്നെ ചീത്ത പറയുമോ, സെറ്റിൽ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ചീത്ത പറയുമോ എന്ന് പേടിച്ചിട്ട് ചിരിക്കാതെ. ഇപ്പോഴും ഞാൻ ചെയ്യും അത്. എനിക്ക് ചിരി വല്ലാതെ വന്നാൽ ഞാൻ എന്നെ പിടിച്ച് കുറെ നുള്ളും, ഭയങ്കരമായിട്ട് നുള്ളി വേദനിക്കും. അപ്പൊ ആ വേദനയില് നമ്മൾ ചിരി വരാതെ നിൽക്കും. ഇപ്പോഴും ഞാനത് ചെയ്യും. എനിക്ക് ചിലപ്പോ ചിരി വല്ലാതെ വന്നാൽ ഞാൻ പിടിച്ച് കുറേ നുള്ളു എന്നെ. ഇങ്ങനെ സെൽഫി നമ്മളിങ്ങനെ നുള്ളിക്കൊണ്ടേയിരിക്കും. നുള്ളുമ്പോ വേദന വെക്കും, അപ്പൊ പിന്നെ ചിരി വരില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ നമ്മുടെ മമ്മൂക്കയുടെ സിനിമയിൽ ചേച്ചി അഭിനയിക്കാന്നൊക്കെ പറയുമ്പോൾ അന്ന് ഞാൻ കേട്ടൊരു കാര്യമുണ്ട്, മമ്മൂക്കയുടെ കൈ പിടിച്ച് ചേച്ചിക്ക് ഒരു സീൻ എന്തോ ഉണ്ടായിരുന്നു. ഭയങ്കര റിസർച്ച് ഒക്കെ നടത്തിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഞാൻ എല്ലാം റിസർച്ച് എടുത്തിട്ടല്ലേ വന്നിരിക്കണേ. ചേച്ചിക്ക് നമ്മുടെ വിചാരം എന്താ വെച്ചാല് തൊട്ട് കഴിഞ്ഞാല് തൊട്ട് അഭിനയിച്ചു, അതൊക്കെ മോശമല്ലേ ഒരു തോന്നലാണല്ലോ. അപ്പൊ പറഞ്ഞു ഇങ്ങനെ മമ്മൂക്കൻ്റെ കൈ തൊടണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര ഇല്ല, ഞാൻ തൊട്ട് അഭിനയിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീൻ, ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ സീനൊക്കെ ഉണ്ടാക്കി. പിന്നെ ആരോ എനിക്കത് മമ്മൂക്ക തന്നെ എന്നോട് പറഞ്ഞു, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എത്ര പേര് അടുത്ത് നിൽക്കുന്ന തൊടുന്നുണ്ട്, അപ്പൊ അതൊക്കെ സാധാരണ 2 ആൾക്കാർ തൊടുന്നതല്ലേ ഫീൽ ചെയ്യുന്നുള്ളൂ, അപ്പൊ അതൊന്നും അങ്ങനെ നോക്കരുത്, ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് അതൊരു കറക്റ്റായ ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. മീൻസ് കോളേജിൽ ബസ്സിൽ പോകുമ്പോൾ ഈവൻ നമ്മൾ അടുത്തടുത്ത സീറ്റിൽ തന്നെ ഇരിക്കും ചില ആൾക്കാരുടെ. അപ്പോൾ ഐ ഫെൽറ്റ് ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ. പോയി. മമ്മൂക്ക തന്നെയാണ് എന്നോട് പറഞ്ഞത്. ആണോ? ഓക്കെ. ആൻഡ് ഹി വാസ് വെരി സപ്പോർട്ടീവ് കേട്ടോ. ഒരു പുതിയ ആർട്ടിസ്റ്റിന്റെ അടുത്താണെന്നുള്ള പോലെ ഒന്നും അല്ലായിരുന്നു മമ്മൂക്ക. എല്ലാവരും പറയില്ല മമ്മൂക്ക ഭയങ്കര സീരിയസ് ആണ്, ഹി വാസ് വെരി സ്വീറ്റ് പേഴ്സൺ. ടോട്ടലി കംഫർട്ടബിൾ ആക്കിയ ഒരു ടീം തന്നെയായിരുന്നു. അസോസിയേറ്റ്സ് ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും മമ്മൂക്കയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള, എനിക്കൊരു അവിടെ പോയിട്ടൊരു ഒരു ജോലി ചെയ്യുന്ന ഫീലിംഗേ ഉണ്ടായിട്ടില്ല. വളരെ റിലാക്സ്ഡ് ആയിട്ട് അതിൽ കൂടെ അങ്ങനെ ഓടി നടക്കുന്ന ഒരു ക്യാരക്ടർ ഇടയ്ക്ക് വിളിച്ചിട്ട് പോയിട്ട് സീൻ ചെയ്യുന്നു, പിന്നെ അവിടെ പോയി തമാശയൊക്കെ പറയുന്നു, അങ്ങനെ ഇറ്റ് വാസ് നൈസ്. ഓക്കെ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരെണ്ണം ചെയ്യും, പിന്നെ ചേച്ചി ഒരൊറ്റ മുങ്ങലാണ്, പിന്നെ ഇടയ്ക്ക് ഒന്ന് വീണ്ടും പോകും, പിന്നെയും കുറച്ച് നാൾ കഴിയുമ്പോൾ നീനാക്കുറുപ്പ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ കാണില്ല. എങ്ങടാ ഈ ഇടയ്ക്കിടയ്ക്ക് മുങ്ങിക്കൊണ്ടിരിക്കണേ? എനിക്ക് വലിയ ഇഷ്ടമാണ് എൻ്റെ വീട്ടിലിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഒരു ഹോം പേഴ്സൺ. ഇതൊന്നും എന്നെ കണ്ടാൽ ആരും വിശ്വസിക്കില്ല, എനിക്കറിയാം. ദേ തിങ്ക് ഞാൻ ഭയങ്കര ഔട്ട് ഗോയിങ് ടൈപ്പാണ്, ഞാൻ ഷൈ അല്ല. പക്ഷെ ഐ ലവ് സിറ്റിംഗ് അറ്റ് ഹോം. എൻ്റെ ഫ്രണ്ട്സ് എന്നെ പുറത്തൊരു ഷോപ്പിങ്ങിന് കൊണ്ടുപോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 3-4 ദിവസം എന്നോട് പറയണം, നീന നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചാൽ മാത്രമേ എന്നെ കിട്ടുള്ളൂ പോകാൻ വേണ്ടിയിട്ട്. ഐ ലവ് സിറ്റിംഗ് അറ്റ് ഹോം. അപ്പൊ വീട്ടിൽ എന്ത് ചെയ്തോണ്ടിരിക്കാൻ? ഞാൻ വായിക്കും, TV കാണും, പിന്നെ ചുമ്മാ എനിക്ക് അലമാര അറേഞ്ച് ചെയ്യണം. ഇപ്പൊ പറഞ്ഞില്ലേ രമ്യയെ കുറിച്ചിട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്റെ അലമാര അറേഞ്ച് ചെയ്യുന്നതാണ്. അത് എന്റെ ഫ്രണ്ട്സിന് വീട്ടിൽ പോയാലും എനിക്ക് അലമാര അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ സാരീസ് ഒക്കെ ഞാൻ വെച്ചിരിക്കുന്നത് എങ്ങനെയാ വെച്ചാല് ഗ്രീൻ ആൻഡ് ബ്ലൂസ് ഒരുമിച്ചിട്ടായിരിക്കും. അത്ര തട്ടുണ്ടാവുള്ളൂ, ഗ്രീൻ വേറെ ബ്ലൂ വേറെ തട്ട് ഉണ്ടാവില്ലല്ലോ, കാരണം സാരീസിന്റെ അലമാര വേറെ തന്നെയാണല്ലോ. ഇപ്പൊ കോട്ടൺ സാരീസ് ആണെങ്കിൽ ഗ്രീൻ ആൻഡ് ബ്ലൂ ഒരുമിച്ചിട്ടായിരിക്കും, പിങ്ക് ആൻഡ് പേർപ്പിൾ ഒരുമിച്ചിട്ടായിരിക്കും, യെല്ലോ ആൻഡ് ബ്രൗൺ ഒരുമിച്ചിട്ടായിരിക്കും, റെഡ്സ് ആൻഡ് ഓറഞ്ചസ് ഒരുമിച്ചിട്ടായിരിക്കും, ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ഒരുമിച്ചിട്ടായിരിക്കും. അങ്ങനെയാണ് ഭയങ്കര ഇതാ. അപ്പൊ ഇതന്നെ പണി എനിക്ക് വീട്ടിലിരുന്നാൽ എൻ്റെ അലമാര, സാരിയുടെ അലമാര ഒതുക്കുക, പിന്നെ എൻ്റെ ഡ്രസ്സസിന്റെ അലമാര ഒതുക്കുക. അത് ഡ്രസ്സസ് ആണെങ്കിൽ എനിക്ക് ജീൻസിന്റെ കൂടെ അതിന്റെ ടോപ്പ് കറക്റ്റ് ആയിട്ട് വെക്കണം. കുർത്തീസ് നമുക്ക് ഒരു ബ്ലാക്ക് ലെഗിങ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു 4 എണ്ണത്തിനും യൂസ് ചെയ്യാം. എനിക്കത് പറ്റില്ല.
എനിക്ക് ഈ കുർത്തിക്ക് ഒരു ബ്ലാക്ക് ലെഗിങ് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ലെഗിങ് അതിന്റെ കൂടെ തന്നെ വെക്കണം. എനിക്ക് വേറെ ബ്ലാക്ക് ലെഗിങ് വേണം അടുത്ത കുർത്തിക്ക് വെക്കാൻ. അപ്പൊ എനിക്ക് അങ്ങനെ തന്നെ പാക്ക് ചെയ്തിട്ട് അങ്ങനെ വെക്കണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് അളമാറ ഒതുക്കാൻ കുറച്ച് വട്ടുണ്ട്. വേറൊരു കാര്യത്തിൽ ഈ ഒരു OCD അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതോ അലമാറയിൽ മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ആരെങ്കിലും വീട്ടിൽ പോയിട്ടും അലമാറ ഒതുക്കി ഞാൻ പറയും. ആരെങ്കിലും പറയും ഓ നീന എന്റെ അലമാറ എന്ത് വൃത്തിയായി ഞങ്ങളുടെ വീട്ടിലെ കച്ചറ. ഞാൻ പറഞ്ഞു ഞാൻ എന്നെ വിളിക്കും ഞാൻ വന്ന് ശരിയാക്കി തരാം ഞാൻ വന്ന് ഒതുക്കി തരാം. ചേച്ചിക്കൊപ്പം ആക്ടിങ് എല്ലാം കഴിഞ്ഞ അവസാനം നമുക്ക് ഇങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓരോന്ന് പാക്ക് ചെയ്ത് ഷെൽഫ് അറേഞ്ച് ചെയ്യാനായിട്ട് അതെനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഐ ഹാവ് എ ഡോഗ്. ഇപ്പൊ ഒരു പൂച്ചക്കുട്ടി ഉണ്ട്, പക്ഷെ എന്റെ നായ്ക്കുട്ടി ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ കുറെ സമയം ഞാൻ അതിന് വായിൽ ഭക്ഷണം കൊടുക്കണം. അങ്ങനെയൊക്കെയാണ്. കുറച്ച് ഫസി ടൈപ്പാണ്. അങ്ങനെയൊക്കെ ടൈം പോയി. ഇപ്പൊ ചേച്ചി എറണാകുളം സെറ്റിൽഡ് ആണ്. കോഴിക്കോട് ഇപ്പൊ ചേച്ചിക്ക് ഒരു എന്താ പറയാ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് കാലിക്കറ്റ് അങ്ങ് വിട്ട് കംപ്ലീറ്റ് എറണാകുളത്ത് തന്നെയാണോ? കാലിക്കറ്റ് ഇസ് ഇൻസൈഡ് മീ ഓൾവേസ്. ഫ്രീക്വന്റ് ആയിട്ട് എന്തെങ്കിലും ഇപ്പൊ ആരും കാലിക്കറ്റിൽ ഇല്ല ആക്ച്വലി. അങ്ങനെ സ്വന്തം ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് എന്നല്ലാതെ എന്റെ റിലേറ്റീവ്സ് ഇപ്പൊ മമ്മിയൊന്നും ഇല്ലല്ലോ, ആന്റി ഇല്ല. അതുകൊണ്ട് കാലിക്കറ്റിൽ പോകുന്നത് എന്തെങ്കിലും ആവശ്യത്തിന് പോവുകയാണെങ്കിൽ എന്തെങ്കിലും കല്യാണം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ പോകുള്ളൂ. പക്ഷേ കാലിക്കറ്റ് സംതിങ് ഒരു കോഴിക്കോട്ടുകാരിയുടെ ഉള്ളിൽ നിന്ന് കോഴിക്കോട് എടുത്ത് കളയാൻ പറ്റില്ല രമ്യ. കാലിക്കറ്റ് അങ്ങനത്തെ ഒരു ഇറ്റ് ഗ്രോസ് ഓൺ യു. കോഴിക്കോട് ഗ്രോസ് ഓൺ യു. ഞാൻ എല്ലായിടത്തും എവിടെ പോകുമ്പോൾ ഞാൻ പറയും എനിക്ക് കോഴിക്കോട് എന്ന് പറയാൻ ഇഷ്ടമല്ല, ഞാനൊരു കോഴിക്കോട്ടുകാരിയാണേ, ഞാൻ കോഴിക്കോട്ടുകാരിയാണെന്ന്. എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും മലബാർ ഭാഗത്തേക്കുള്ള ആൾക്കാരെ കണ്ടാൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ദാറ്റ് ഈസ് ഇൻ മീ ഓൾവേസ്. ചേച്ചിയുടെ ഇപ്പത്തെ വിശേഷം എന്ന് പറയുന്നത് പത്രമാറ്റ് തന്നെയാണ്. പത്രമാറ്റ് സീരിയൽ. പത്രമാറ്റിലെ ആ ക്യാരക്ടറും ചേച്ചിയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ട്? അങ്ങനത്തെ ഒരു അമ്മ എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങളും ഇതൊക്കെ കാണിച്ച് എന്റെ മകളെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽ ആക്കണം. ആ ഒരു ഇത് എപ്പോഴെങ്കിലും റിയൽ നീന കുറുപ്പിൽ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഐ വോണ്ട് മൈ ഡോട്ടർ ടു സെറ്റിൽ ലൈക്ക് ദാറ്റ്. ഉറപ്പായിട്ടും. ഇത് എനിക്ക് ഉറപ്പാണ്. എല്ലാവരും ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അമ്മമാർക്കും ഉള്ള ആഗ്രഹമായിരിക്കും അവരവരുടെ പെൺമക്കള് ഇതുപോലെ നല്ല വീടുകളിലേക്ക് കല്യാണം കഴിഞ്ഞ് കഷ്ടപ്പാടൊന്നും ഇല്ലാതെ നല്ല വീടുകളിലേക്ക് പോണെന്ന് എല്ലാ അമ്മമാർക്കും ആഗ്രഹം ഉണ്ടാവും. ഇത് ഞാനത് വിഷ്വലി ആ ക്യാരക്ടറിലൂടെ കാണിച്ചു, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് ഇറ്റ് ഇസ് സംതിങ് ദാറ്റ്സ് ദേർ ഇൻ എവരിബഡീസ് മൈൻഡ്, ഹാർട്ടിന് എനിക്ക് തോന്നുന്നു. അപ്പൊ ചേച്ചിക്ക് ആ ക്യാരക്ടറായിട്ട് ചേച്ചിക്ക് സെൽഫിനെ ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ സാധാരണ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ചില ചിന്തകൾ ഉണ്ടാവും, നമുക്കത് പുറത്ത് പറയുന്നത് മോശമാണെന്ന് തോന്നുന്ന പല ചിന്തകൾ പലർക്കും ഉണ്ടാവും. നമ്മൾ പുറത്ത് പറയില്ല, ബിക്കോസ് സോഷ്യലി ഇറ്റ് മൈറ്റ് ബി റോങ് ടു ഡിസ്കസ് സച്ച് തിങ്സ്. പക്ഷെ അപ്പൊ അങ്ങനെ എന്താണ് പത്രമാറ്റിലുള്ള ആ ക്യാരക്ടർ ഞാൻ ഈ പറഞ്ഞ പോലെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ആ ക്യാരക്ടർ ചെയ്തപ്പോൾ എനിക്കറിയായിരുന്നു ഞാനിത് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ മോളാണെങ്കിലും ഞാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചൊക്കെ വേണമെങ്കിൽ ഇത്രയ്ക്കും ഒബ്വിയസ് ആയിട്ട് ഓവറായിട്ട് ചെയ്തില്ലായിരിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം അതായിരിക്കും. അത് നാട്ടുകാർക്ക് മനസ്സിലാവാത്ത രീതിയിൽ സ്മൂത്ത് ആയിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്യും. സീരിയല് സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ല, ഓപ്പൺ ആയിട്ട് കാണിച്ചു എന്ന് മാത്രം വ്യത്യാസം. ഐ തിങ്ക് ഐ വുഡ് ഡു ദാറ്റ്. ഐ വാണ്ടഡ് ടു സെറ്റിൽ ലൈക്ക് ദാറ്റ്. ഓക്കെ. അപ്പൊ സീരിയലിൽ ഇതേപോലെ ബാക്ക് ടു ബാക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് എല്ലാവർക്കും എന്താ പറയാ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടച്ച് ചെയ്യുന്ന പറ്റുന്ന നല്ല കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. സിനിമയിലും ഒരുപാട് ചെയ്തിട്ടുണ്ട്. ചേച്ചിക്ക് കൂടുതൽ ഒരു ആത്മബന്ധം തോന്നുന്നത് സീരിയൽ ചെയ്യുമ്പോഴാണോ സിനിമകൾ ചെയ്യുമ്പോഴാണോ? സീരിയലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദ ക്യാരക്ടർ ഇസ് വിത്ത് യു ഫോർ എ ലോങ്കർ ടൈം. അപ്പം അവിടെ ഒരുപാട് റിലേഷൻഷിപ്സ് ഫോം ചെയ്യും. സിനിമ നമ്മളൊരു 15 ഇപ്പൊ മകളും അമ്മയും മകളും ആയിട്ടൊരു സീൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളൊരു 10 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ ചെയ്യണു, ദെൻ ഗോ അവേസ്. സീരിയൽ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ മക്കള് 3 പേര് അതിലുള്ളത്. ആ 3 മക്കളും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സീരിയലല്ല, ഇതിന് മുമ്പ് ഞാൻ ചെയ്ത സീരിയലിൽ എൻ്റെ മക്കളായിട്ട് അഭിനയിച്ചവരോടും എനിക്ക് അതേപോലത്തെ സ്നേഹം ഇപ്പോഴും ഉണ്ട്. ഞാൻ അവരോടും അതേ ലിങ്ക് തന്നെ. ചിലപ്പോൾ സംസാരിക്കുന്നില്ലെങ്കിലും ഡെയിലി അങ്ങനെ സംസാരിക്കുന്നില്ല, പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ഫീലിംഗ് ദ സെയിം തിങ് ആണ്. അതേപോലെ സിനിമയിലും ചില കുട്ടികൾ നമ്മുടെ മകളായിട്ട് അവർ നമ്മളെ വിളിക്കുമ്പോഴുള്ള സ്നേഹം നമുക്കറിയാം. അപ്പം നീനമ്മ എന്ന് വിളിക്കുന്ന അധികം പേര് ഇപ്പോഴത്തെ ഒരു രീതി അങ്ങനെയാണ്. പണ്ടൊക്കെ ആൻറ്റീന്നൊക്കെ വിളിക്കുന്നത്, പക്ഷേ ഇപ്പം അധിക കുട്ടികളും മകളായിട്ട് അഭിനയിക്കുമ്പോൾ അമ്മ നീനമ്മ അങ്ങനെ എന്നെ വിളിക്കുന്ന ചില സിനിമയിലെ ചില ആർട്ടിസ്റ്റ് ഉണ്ട്. അവരോടും എനിക്ക് അതേ ഫീലിംഗ് ആണ്. ഇതുപോലെ എപ്പോഴും സംസാരിക്കുകയൊന്നുമില്ല, മേ ബി വർഷത്തിലൊരിക്കലായിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും സംസാരിക്കുമ്പോഴും കാണുമ്പോഴും ഐ ഹാവ് ദ സെയിം ഫീലിംഗ് ടുവേർഡ്സ് ദം.
ആസ് ഐ ഹാഡ് ഡ്യൂറിങ് ദ ഷൂട്ട്. എനിക്ക് ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ അമ്മ എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പക്ഷെ എന്നെ അമ്മ എന്ന് വിളിക്കാത്ത എൻ്റെ ഒരു മോൾ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ദർ ഈസ് ദാറ്റ് affection, touching, bonding.